മക്കളെ ബിരിയാണി കിട്ടും. ആ ബിരിയാണി ഏതാണ് എന്നതാണ് സംശയം. മതമുളകിയ കൊമ്പനെ മയക്കൊടി വെച്ച ശേഷം വാരിക്കുഴി വെട്ടി അതിൽ വെട്ടി തുണ്ടം പീസാക്കി സരഗോസ ഉണ്ടാക്കുന്ന ആന ബിരിയാണിയാണോ അതോ പറന്നു പോകുന്ന കഴുകിനെ മയക്കൊടി വെച്ച് വീഴ്ത്തി വലയിലാക്കി കീറി പറിച്ച് പൂടയും പപ്പും വേർതിരിച്ചെടുത്ത് മിഖായൽ സ്റ്റെഹ്റ ഉണ്ടാക്കുന്ന ഓൾച്ചർ ബിരിയാണിയാണോ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. ഏതായാലും ഇന്നത്തെ മത്സരം കഴിയുന്നതോടുകൂടി ഒരു വിഭാഗം ആരാധകർ തലപിടിക്കും, മറുവിഭാഗം ആരാധകർ അട്ടഹസിക്കും. അട്ടഹാസം മുഴങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെതാണോ ബംഗളൂരുവിന്റെതാണോ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. ബിക്കോസ് ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും തീർക്കാൻ ഒരുപാട് കണക്കുകൾ ബാക്കിയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അന്നേറ്റ മുറിവിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല. കാരണം ഇവാൻ കുമാരസിന്റെ വാക്കൌട്ട് പ്രൊട്ടസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായകമായിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ നിന്നും പിന്നിൽ നിന്നും കുത്തേറ്റ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടപ്പോൾ അന്ന് ഹൃദയത്തിലേറ്റ മുറിവിന് ആഴം കൂടിയതല്ലാതെ തെല്ലൊന്നു പോലും അത് കരിഞ്ഞിട്ടില്ല. കൊച്ചിയിൽ വെച്ചിട്ട് ബംഗളൂരിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ പോലും അതൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആശ്വാസം നൽകിയിട്ടില്ല. നേരെ മറിച്ച് ബംഗളൂരിന്റെ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർക്കും തീർക്കാൻ ഒരുപാട് കണക്കുകൾ ബാക്കിയുണ്ട്. അന്ന് മുതൽ സുനിൽ ഛേത്രി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിനോട് അവർ ഇതുവരെയും പ്രതികാരം ചെയ്തു തീർത്തിട്ടില്ല. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഒരു കലിപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന ജോജ പെരേരയുടെ സഭയുടെ മുന്നേറ്റ നിരയുടെ മുഖ്യ കാർമ്മികനായി പ്രവർത്തിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചെകുത്താനായിട്ടുള്ള നവാസ് ബോയ് മുൻനിരയിൽ ഉണ്ടായിരിക്കും. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് നോഹയാണ്. ബ്ലാസ്റ്റേഴ്സിന് നല്ല ഈ സീസണിൽ ഡ്യൂറന്റ് കപ്പിലെ ടോപ്പ് സ്കോർ നോഹയാണ്. രണ്ടാം സ്ഥാനത്ത് ഫാമി പെട്രയാണ്. ദുർബലരായിട്ടുള്ള ടീമുകൾക്കെതിരെ ഗോൾ മഴ നടത്തിയാണ് ഈ ഒരു റെക്കോർഡ് സ്റ്റാറ്റിൽ ഇടം നേടിയതെങ്കിൽ പോലും ഇനി അങ്ങോട്ട് നേരിടാനുള്ളത് യഥാർത്ഥ എതിരാളികളെ ആയതുകൊണ്ട് തന്നെ ഇവിടെ മുതലാണ് യഥാർത്ഥ ഗെയിം കേരള ബ്ലാസ്റ്റേഴ്സിന് ആരംഭിക്കുന്നത്. യെസ്, ദിസ് ഈസ് ദ റിയൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ബംഗളൂരു സുനിൽ ഛേത്രിയും ഡയസിനെയും മുൻനിർത്തി ബ്ലാസ്റ്റേഴ്സിനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ രണ്ട്